അപ്പം ഇന്നത്തെ പരിപാടിയല്ല, അതായത് ഒരു പ്ലാനിങ്ങും ചെയ്യാതെ ഒരു യാത്രക്ക് പോയതാണ് ഇന്നത്തെ. അതും ആലപ്പുഴ എത്തി. എല്ലാവരും ചെയ്യണ മാതിരി ഹൗസ് ബോട്ട് എടുത്ത് കറങ്ങല്ലാതെ വേറെ രീതിക്ക് സർക്കാരിൻ്റെ ബോട്ട് എടുത്ത് എല്ലായിടം ഒന്ന് കറങ്ങി വന്ന ആ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ പേരി. അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ തിരൂർ റെയിൽവേ എന്നാണ്. അപ്പം നമുക്ക് പോകുമ്പോൾ കാഴ്ചകൾ കണ്ട് പോകാം. ഇന്നത്തെ യാത്ര തിരൂർ റെയിൽവേന്ന് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേക്ക്. എപ്പോഴാണ് വണ്ടി ഉള്ളതെന്ന് അറിയില്ല, എപ്പോഴാണ് ട്രെയിൻ കയറിയിട്ട് വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റുക എന്നറിയില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക പ്രതീക്ഷയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേക്ക്. അവിടെ ചെന്നിട്ട് വേണം ചോദിക്കാൻ എപ്പോഴാണ് ട്രെയിൻ ഉള്ളത്, ഏതൊക്കെ ടൈമിലാണ് ട്രെയിൻ ഉള്ളത് എന്ന്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിന് കിട്ടിയത്. അപ്പോൾ പ്ലാനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എറണാകുളം പോവാമെന്നാണ്. അപ്പോൾ എറണാകുളത്തേക്കാണ് ട്രെയിൻ കയറിയിരിക്കുന്നത്. ബാക്കി എറണാകുളം ചെന്നിട്ട് പ്ലാൻ ചെയ്യാൻ വെച്ചിട്ട്. അവിടുന്ന് കയറുമ്പോൾ തുടങ്ങി ഉറക്കാണ് ഇതവരാള് മുഖം പറ്റിച്ച് ഉറക്കുമ്പോഴും തെരഞ്ഞെടുക്കുക. തൊണ്ട വെറ്റിച്ച് എത്തുക, വെള്ളം കുടിക്കണം. അവിടെ എത്തിയിട്ട് വേണം. എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ? രാത്രി 2 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ടൈം 10 മണിയായി. അപ്പോൾ കഴിഞ്ഞ ഭാഗം ട്രെയിനിൽ നിർത്തിയത് നമ്മൾ എറണാകുളം പോകാൻ തന്നെയുണ്ടല്ലേ. അപ്പോൾ എറണാകുളത്ത് ട്രെയിൻ കയറി എറണാകുളത്ത് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് വേറെ ഞങ്ങൾ ആലപ്പുഴക്കാണ് വണ്ടി കയറിയത്. അപ്പോൾ ആ ട്രെയിൻ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ആലപ്പുഴ എത്താനായിരിക്കണം. ഒരു കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഏകദേശം ആലപ്പുഴ എത്തും. കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴത്തെ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നതാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ കാണുന്നത്. എനിക്ക് നന്നായിട്ട് ബോധിച്ചു, അതായത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇവിടെ പിന്നെ എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റേ പുഴൻ്റെ തീരത്ത്. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ബസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. AC ബസ്സാണ്. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുത്തിക്കുലുങ്ങലുകൊണ്ട് ഒരു ഉറങ്ങാനൊരു റാഹത്ത് കിട്ടില്ല എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാകും. ഏകദേശം ആലപ്പുഴ ബസ് സ്റ്റാൻഡിലോട്ട് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ സർക്കാരിൻ്റെ KSRTC ഇറക്കിയിട്ട് ഇറങ്ങിയതിൻ്റെ ശേഷം സർക്കാരിൻ്റെ ബോട്ടിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്ലാനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കൈനഗിരി പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ കണ്ടക്ടർ വന്നു, ടിക്കറ്റ് എടുത്തു. അതും ഒരാൾക്ക് 23 റുപ്യക്കാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോട്ടിൽ. എന്തായാലും അടിപൊളി കാഴ്ചയാണ് ഇതിനുള്ള വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങളെ വന്നിട്ട് അപ്രോച്ച് ചെയ്തു. നിങ്ങൾക്ക് 1000 റുപ്യ കൊടുത്താൽ നിങ്ങളും അവിടെ മൊത്തം കാണിച്ചു തരാം, 2.5 റുപ്യ എടുത്ത് നിങ്ങൾ അങ്ങനെ ആക്കി തരാമെന്നുള്ള. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട്
അത് നമുക്ക് വേണ്ടിയിട്ട് 20 മിനിറ്റാണ് നിർത്തിയിട്ട്, അല്ലാതെ കേരളത്തിലല്ല. കേരളത്തിൽ ഞാൻ ഒത്ത സെൻറ്ററാണ്. അത് നമുക്ക് മാത്രം കിട്ടുന്നൊരു അംഗീകാരമാണ് നമ്മൾ ബ്ലോഗറിന് പ്രത്യേകം ശുപാർശ ചെയ്തിട്ടാണ് നമ്മൾ വരണുണ്ടെന്നുള്ള പ്രമാണിച്ചിട്ട്. ആ 3 വണ്ടിയിൽ 3 ബോട്ടിൽ യാത്ര ചെയ്യാൻ വെറും 48 രൂപ. ഞങ്ങളുടെ വൈബ് ചെയ്ത് അതാണ്. അങ്ങനെ എന്തെങ്കിലും ബോട്ട് സർവീസിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മുത്തൂസ് വ്ലോഗിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ ഇറങ്ങിയതിന് ശേഷം പറയാം. ഓക്കെ. മറ്റൊരു മണ്ണയിരുന്ന് ചിരിക്കുന്നു. എന്താണ് താങ്കളിപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതെല്ലാം കണ്ട് വീടെടുക്കുന്ന വേറെ മരപ്പോട്ടാൻ.